ഹായ് ഗായ്സ്, ഞാൻ നൂറാഷൻ. അപ്പോൾ ഇന്നുണ്ടല്ലോ ചെറിയൊരു വ്ളോഗായിട്ടാട്ടോ വന്നേക്കണത്. വ്ളോഗ് പിടിച്ച് പരിചയമൊന്നുമില്ല, ആദ്യമായിട്ടാണ് കേട്ടോ പിടിക്കുന്നത്. രാവിലെ തന്നെ ഒരു ചായയൊക്കെ കുടിച്ചിട്ടുണ്ടല്ലോ. കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോയി. ഒരാൾക്ക് വേണ്ടത് നഗ്ഗറ്റ്സ് ആയിരുന്നു കേട്ടോ. അങ്ങനെ മോൾക്ക് ചെറുതിന് നഗ്ഗറ്റ്സ് ഉണ്ടാക്കി, പിന്നെ ദോശയും അതുപോലെ തന്നെ കിഴങ്ങേറിയൊക്കെ ഉണ്ടാക്കി രാവിലെ തന്നെ. അപ്പോഴേക്കും എൻ്റെ മെഷീനിൽ കിടന്നിരുന്ന തുണിയൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തുണിയൊക്കെ വിരിച്ചിടാനായിട്ട് പുറത്തേക്കൊന്ന് പോയി. പുറത്തേക്ക് കുറേ തുണികളുണ്ട് കേട്ടോ. എനിക്ക് 4 മക്കളാണുള്ളത്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഒരു ദിവസത്തെ തുണി എന്ന് പറയുമ്പോൾ 2-3 ട്രിപ്പ് അലക്കാനുണ്ടാവും കേട്ടോ. ആദ്യത്തെ ട്രിപ്പ് അലക്കിയതിന് ശേഷം ഞാൻ വിരിച്ചിടാനായിട്ട് പോയിട്ടോ. മുറ്റത്താണ് വിരിച്ചിടുന്നത്. ഇന്ന് ചെറിയ ഒരു തോർച്ചയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുറത്ത് ഇടാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീടിൻ്റെ ചുറ്റും നിറയെ റബ്ബറാണ് കേട്ടോ. അപ്പോൾ വെയിൽ വന്നപ്പോൾ ഞാൻ പുറത്തേക്ക് ഇട്ടതാണ്. ഇനിയിപ്പോൾ മഴ തൂകുമ്പോൾ അതെടുത്ത് അകത്തിടണം. അപ്പോൾ കുട്ടികളുടെ യൂണിഫോമൊക്കെ ആയിരുന്നു. ഉണങ്ങി കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ച് രാവിലെ തന്നെ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ തുണിയൊക്കെ വിരിച്ചിട്ട് വീണ്ടും ഞാൻ അകത്തേക്ക് പോയി. ഉച്ചക്കത്തേക്കുള്ള ബിരിയാണി റെഡിയാക്കണമായിരുന്നു. ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ആദ്യം തന്നെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ നമുക്ക് സവാളയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമുക്ക് വറുത്ത് കോരി എടുക്കണം. ആദ്യം തന്നെ സവാള ഇട്ടതിന് ശേഷം ഞാൻ മുരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞായറാഴ്ച ദിവസങ്ങളിൽ നല്ല തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ. കാരണം വീട് ക്ലീനിങ്ങും കുട്ടികളുടെ യൂണിഫോം അലക്കലും കുട്ടികൾക്ക് തിങ്കളാഴ്ചത്തേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കലും ഒക്കെ ആയിട്ട് നിറയെ തിരക്കുള്ള ദിവസമാണ് കേട്ടോ ഞായറാഴ്ച ദിവസം. അന്ന് എന്തെങ്കിലും ഒരു സ്പെഷ്യലും വേണം. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ മുഷിഞ്ഞ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് തന്നെ പാടാവും കേട്ടോ ലാസ്റ്റ് ഒന്നിച്ചാവുമ്പോൾ. അതുകൊണ്ട് ഞാൻ ആകുന്ന പാത്രങ്ങളൊക്കെ അപ്പോൾ തന്നെ കഴുകി വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കുട്ടികൾ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ അവരിടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിക്കും, അതങ്ങനെ കഴുകാനുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ പണികളിങ്ങനെ തകൃതിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാത്രങ്ങളൊക്കെ വാഷ് ചെയ്ത് കഴുകി വയ്ക്കുന്നുണ്ട്. സൺഡേ ആണല്ലേ, നമ്മൾ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്കൊക്കെ വീട്ടിലെ പണികളും എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കാൻ പറ്റിയൊരു ദിവസം. എനിക്കും അതുപോലെ തന്നെയാണ് കേട്ടോ. ഞാനും പുറത്ത് പോകുന്നൊരു വീട്ടമ്മയാണ്. അപ്പോൾ എനിക്കും ഈ ഒരു സൺഡേയിലാണ് കേട്ടോ ഒരുപാട് പണികൾ ചെയ്ത് തീർക്കാനുള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡും റെഡിയാക്കണം. ഇവിടെ ബിരിയാണി റൈസൊക്കെ ഞാനിട്ട് ഒന്ന് നെയ്യിലൊക്കെ ഇട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ബിരിയാണി റൈസ് അവിടെ മൂടി വെച്ചു, വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അത്യാവശ്യം ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുവന്ന ചിക്കനായിരുന്നു കേട്ടോ. അതൊന്ന് വാഷ് ചെയ്തെടുത്താൽ മാത്രം മതിയായിരുന്നു. ജോലിക്കൊക്കെ പോണത് കൊണ്ട് തന്നെ ബാക്കി എല്ലാ ദിവസവും നമ്മൾ സ്പെഷ്യലൊന്നും ഉണ്ടാക്കാൻ നിൽക്കാറില്ല കേട്ടോ. മീനൊക്കെ ഉണ്ടാവും, അല്ലാതെ നമ്മളിങ്ങനെ ബിരിയാണിയോ അങ്ങനെ മന്തിയൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. ഞായറാഴ്ചകളിലാണ് കേട്ടോ നമ്മൾ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത്. കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് സമയമുണ്ടല്ലോ. അങ്ങനെ ഞായറാഴ്ചകളിലാണ് കേട്ടോ ഞാൻ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ മഞ്ഞപ്പൊടി ഇട്ട് കഴുകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മഞ്ഞപ്പൊടി ഇട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചിക്കൻ്റെ ഉളുമ്പും മണമൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ. അതിനുശേഷം ഞാൻ അരിപ്പ് പാത്രത്തിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ മസാല ചേച്ച് ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ബിരിയാണി വയ്ക്കുന്നത്. കറിക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇടുന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ ബിരിയാണി വെക്കുന്നത് കേട്ടോ. കുട്ടികൾക്കൊക്കെ അതാണ് ഇഷ്ടം. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ വീട്ടിലുള്ള ബാക്കി പണികളൊക്കെ ഇടയിൽ കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കബോർഡൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ കബോർഡൊക്കെ ഒന്ന് നല്ലതുപോലെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മരത്തിൻ്റെ കബോർഡാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഞായറാഴ്ചകളിലാണ് കേട്ടോ നമുക്കിതൊക്കെ ചെയ്യാൻ സമയം കിട്ടുന്നത്. കബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും പാത്രങ്ങളൊക്കെ കുറച്ചൊക്കെ നിരന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വെക്കുന്നുണ്ട്. എല്ലാ പണികളും ഇങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞായറാഴ്ചകളിൽ ഇങ്ങനെയൊക്കെയാണ്. ഞായറാഴ്ച നമുക്ക് ഇരിക്കാൻ സമയം കിട്ടില്ല കേട്ടോ. അതുപോലെ പണിയായിരിക്കും. ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ ആയിട്ട് അതുപോലെ പണിയായിരിക്കും കേട്ടോ. പാത്രങ്ങളും കഴുകി വൃത്തിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ പാത്രങ്ങൾ കഴുകി വയ്ക്കുവാണെങ്കിൽ നമുക്ക് സിങ്കിൽ ഒരുപാട് പാത്രങ്ങൾ കുന്നുകൂടാതിരിക്കും കേട്ടോ. ഒരുപാട് പാത്രങ്ങൾ കാണുമ്പോൾ നമുക്കും ഒരു ബുദ്ധിമുട്ടാണ്, ഇത്രയും കഴുകിയെടുക്കേണ്ടതെന്നൊരു തോന്നലൊക്കെ വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ അപ്പോൾ ഉള്ള പാത്രങ്ങൾ അപ്പോൾ തന്നെ കഴുകി വയ്ക്കുകയാണ് ചെയ്യുന്നത്. പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് സിങ്ക് കൂടി കഴുകിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വലിയൊരു പണി തീർന്ന പോലെ തോന്നും കേട്ടോ. എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടപ്പെടാത്തൊരു പണിയാണ് കേട്ടോ ഈ പാത്രം കഴുകലെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാ പണികളും തീർന്ന പോലെയാണ് കേട്ടോ.
ഇനി നമുക്ക് കച്ചമ്പറ് റെഡിയാക്കാം കേട്ടോ. അതിനായിട്ട് കുറച്ച് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, പച്ചമുളകും കൂടി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. തൈര് ഇട്ടിട്ടാണ് നമ്മൾ കച്ചമ്പറ് റെഡിയാക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ടതിന് ശേഷം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ വീട്ടിൽ തന്നെ തൈര് റെഡിയാക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. മോരുകറിക്കും എല്ലാത്തിനും യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ കച്ചമ്പറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ബിരിയാണി ഒന്ന് ദം ചെയ്തെടുക്കണം കേട്ടോ. ബിരിയാണി ദം ചെയ്തെടുക്കാനായിട്ടാണ് പോണത്. ബിരിയാണിയൊക്കെ ഇവിടെ ദം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മുകളിലൂടെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും അതുപോലെ തന്നെ സവാളയൊക്കെ മുരിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ദം ചെയ്യാനായിട്ട് മൂടി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു പണി കൂടിയുണ്ട്, പപ്പടം കാച്ചണം കേട്ടോ. ബിരിയാണിക്ക് പപ്പടം ഇല്ലെങ്കിൽ ഒരു സുഖമില്ല കേട്ടോ. പപ്പടം ഇവിടെ മസ്റ്റാണ് ബിരിയാണിക്ക്. അപ്പോൾ പപ്പടം കൂടി നമുക്ക് കാച്ചാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. എൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ വീഡിയോ ചെയ്യാൻ മുന്നോട്ട് പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.